ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഐക്യുവിന്റെ പുതിയൊരു ഫോൺ ലോഞ്ച് ആയിട്ടുണ്ട്. ഐക്യു നിയോ 10R. ഈ ഒരു ഫോണിന്റെ പ്രൈസ് വരുന്നത് അണ്ടർ 30,000 റേഞ്ചിലാണ്. പിന്നെ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 6.78 ഇഞ്ചിന്റെ 1.5K ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കർവ്ഡ് ഡിസ്പ്ലേ അല്ല, ഈ ഒരു ഫോണിൽ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഫോണിൽ 5 ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഫോണിന്റെ വെയിറ്റ് വരുന്നത് 169 ഗ്രാം ആണ്. പിന്നെ ഈ ഒരു ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ 3.5 ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. ഈ ഒരു ഫോണിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിൽ IP65 റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്ന കളർ വേരിയൻസ് എന്ന് പറയുന്നത് ഡ്രാഗൺ ബ്ലൂ, മൂൺലൈറ്റ് ടൈറ്റാനിയം എന്ന 2 കളർ വേരിയൻസിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. പിന്നെ ഈ ഒരു ഫോണിൽ IR ബ്ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഫോണിൽ NFC ഇല്ല. ഈ ഒരു ഫോണിന്റെ സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും ഞാൻ എലാബറേറ്റ് ചെയ്ത് പറയുന്നില്ല, സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി സ്റ്റോറേജിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 8GB 128GB, 8GB 256GB, 12GB 256GB എന്ന 3 വേരിയൻസിലാണ് വരുന്നത്. 8GB 128GB UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ 8GB 256GBയിലും 12GB 256GB എന്ന 2 വേരിയൻസിലും UFS 4.1 സ്റ്റോറേജ് ടൈപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. വ്യത്യാസമുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഇല്ല, മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യത്തില്ല. പിന്നെ ഈ ഒരു ഫോണിൽ എക്സ്റ്റൻഡഡ് റാം എന്ന് പറയുന്ന ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോൺ ഹീറ്റ് ആവാതിരിക്കാനായിട്ട് PC കൂളിംഗ് എന്ന് പറയുന്ന ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ 4D ഗെയിം വൈബ്രേഷൻ എന്ന് പറയുന്ന പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഗെയിമിങ്ങിനായിട്ട്. സ്റ്റോറേജ് വേരിയൻസ് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സ്റ്റോറേജ് വേരിയൻസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി പ്രോസസറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 15 ബേസ് ചെയ്തിട്ടുള്ള ഫണ്ടഡ് ചോയ്സ് ആണ് സോഫ്റ്റ്വെയർ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 8S Gen 3 എന്ന് പറയുന്ന പ്രോസസറാണ് കൊടുത്തിരിക്കുന്നത്. അണ്ടർ 30,000 കിടിലം പ്രോസസറാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. കുഴപ്പമില്ല, കാരണം ഇപ്പോഴും അണ്ടർ 30,000 പല ഫോൺസിലും സ്നാപ്ഡ്രാഗൺ 7 Gen 3യും 7S Gen 3യും ഒക്കെ ആയിട്ട് വരുന്ന ഒരുപാട് ഫോൺസ് ഉണ്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ സ്നാപ്ഡ്രാഗൺ 8S Gen 3 എന്ന് പറയുന്ന ഈ ഒരു പ്രോസസർ കൊടുത്തിട്ട് നല്ലൊരു കാര്യമാണ്. മുമ്പ് പോക്കോ F6 എന്ന് പറയുന്ന ഫോണിലാണ് സ്നാപ്ഡ്രാഗൺ 8S Gen 3 എന്ന് പറയുന്ന ഒരു പ്രോസസർ കൊടുത്തിരുന്നത്. ഇപ്പൊ ഐക്യു അണ്ടർ 30K ഈ ഒരു പ്രോസസർ കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 50 മെഗാ പിക്സലിന്റെ ഒരു മെയിൻ ക്യാമറയും 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ 32 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ക്യാമറ വൈസ് കുഴപ്പമില്ലാത്ത ക്യാമറ എന്ന് പറയാം. അതിഗംഭീരമായിട്ടുള്ള ക്യാമറ എന്നൊന്നും പറയാൻ പറ്റൂല. പക്ഷേ ഈ ഒരു പ്രൈസിന് അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു ക്യാമറ, അത്രേ ഉള്ളൂ. പിന്നെ 4K സപ്പോർട്ട് ചെയ്യും ഒരു ഫോണിൽ. സാധാരണ ഇപ്പോഴും 30,000 പ്രൈസ് റേഞ്ചിൽ ഇറങ്ങുന്ന പല ഫോൺസിലും 4K സപ്പോർട്ട് ചെയ്യത്തില്ല. പിന്നെ ഈ ഒരു ഫോണിൽ സെൽഫി ക്യാമറ 32 മെഗാ പിക്സലിന്റെ ഒരു ക്യാമറയാണ്. കുഴപ്പമില്ലാത്തൊരു ഔട്ട്പുട്ട് കിട്ടും. ചില ഫോൺസിൽ കൊടുത്തിരിക്കുന്ന 32 മെഗാ പിക്സൽ ക്യാമറയേക്കാൾ ഭേദമാണ് ഈ ഒരു ഫോൺ കൊടുത്തിരിക്കുന്നത്. ക്യാമറ വൈസ് കുഴപ്പമില്ല എന്ന് പറയാം. 4K ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോൺ കൊടുത്തിരിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് 6400 mAh ബാറ്ററിയാണ്. 80 വാട്ടിന് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ബാറ്ററി വൈസ് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ബാറ്ററി കൊടുത്തിട്ടുണ്ട്. സാധാരണ 5000 mAh ബാറ്ററിയാണ് ഐക്യു ഇതുവരെ കൊടുത്തോണ്ടിരുന്നത്. പക്ഷെ ഇതിന് അത്യാവശ്യം നല്ല ബാറ്ററി കൊടുത്തിട്ടുണ്ട്. പിന്നെ മുൻപിറങ്ങിയ ഐക്യു Z9 സീരീസിൽ ചില ഫോൺസിലൊക്കെ, അതായത് ഐക്യു Z9, ഐക്യു Z9S, ഐക്യു Z9S Pro ഇങ്ങനെയുള്ള ഫോൺസിലൊക്കെ ബാറ്ററി ഡ്രെയിൻ ഇഷ്യൂ, ഹീറ്റിംഗ് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് അത് പറഞ്ഞതാണ്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് ശേഷമാണ് ആ ഇഷ്യൂസ് വന്നത്. പക്ഷെ ഇപ്പോൾ ബാറ്ററി കപ്പാസിറ്റി കൂടുതൽ കൊടുത്തിട്ടുണ്ട്. 6400 mAhും ഇനിയിപ്പോൾ ഐക്യുവിന്റെ Z10 എന്ന് പറയുന്ന പുതിയൊരു മോഡൽ വരുന്നുണ്ട്. അതിൽ 7300 mAh ആണെന്ന് തോന്നുന്നു ബാറ്ററി കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇറങ്ങുന്ന ഐക്യു ഫോൺസിലൊക്കെ അത്യാവശ്യം നല്ല ബാറ്ററി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നിങ്ങൾ ചെയ്യാതിരിക്കുക, അത്രയും നല്ലതായിരിക്കും. അപ്ഡേറ്റ് ചെയ്യാത്തവർക്ക് കുഴപ്പമില്ല. അപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തവർക്കാണ് കൂടുതലും പണി കിട്ടിയത്. ഇപ്പോൾ നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഐക്യുവിൽ മാത്രമല്ല മിക്ക ഫോൺസിലും ഈ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. റെഡ്മി ഫോൺസ് ഒന്നും പറയാതിരിക്കുന്നതാണ് ഭേദം. അപ്പോൾ ഐക്യു Z9 സീരീസിൽ ബാറ്ററി ഡ്രെയിൻ ഇഷ്യൂ, ഹീറ്റിംഗ് ഇഷ്യൂ ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഫോണിൽ 6400 mAh ബാറ്ററി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. എന്നാലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഈ ഒരു ഫോണിന്റെ പ്രൈസ് വരുന്നത് 8GB 128GBയുടെ പ്രൈസ് വരുന്നത് 26,999 ആണ്. അതുപോലെ 8GB 256GBയുടെ പ്രൈസ് വരുന്നത് 28,999. അതുപോലെ 12GB 256GBയുടെ പ്രൈസ് വരുന്നത് 30,999 ആണ്. ഓവറോൾ പറയുകയാണെങ്കിൽ അണ്ടർ 30,000 ഇത് അത്യാവശ്യം നല്ലൊരു ഫോണാണ്. ഐക്യു നിയോ 10R എന്ന് പറയുന്ന ഫോൺ സ്പെസിഫിക്കേഷൻസ് ആൻഡ് ഫീച്ചേഴ്സ് വൈസ് അത്യാവശ്യം നല്ല ഫോണാണ്. ഐക്യുവിന്റെ മുൻപ് ഇറങ്ങിയ ഐക്യു Z9 സീരീസ് അത്യാവശ്യം നല്ല ഫോൺസ് ആയിരുന്നു ഇറങ്ങിയത്. പിന്നെ അതിൽ ബാറ്ററി ഇഷ്യൂ, ഹീറ്റിംഗ് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു.
അപ്പോ ഈ ഒരു IQ Z10 സീരീസിൽ അത് മാറ്റും എന്നാണ് തോന്നുന്നത്. പിന്നെ IQ Z10 സീരീസിൽ ഹീറ്റിംഗ് ഇഷ്യൂ, ബാറ്ററി ഡ്രെയിൻ ഇഷ്യൂ വരാൻ സാധ്യത കുറവാണ്. കാര്യം അത്യാവശ്യം നല്ല ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക, അപ്പൊ കുഴപ്പമില്ല, വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്, സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്, പ്രൊസസ്സർ കൊടുത്തിട്ടുണ്ട്, ക്യാമറ കുഴപ്പമില്ല, അതുപോലെ ബാറ്ററി അത്യാവശ്യം നല്ല ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഓവറോൾ നല്ലൊരു ഫോണാണ് IQ Neo 10R എന്ന് പറയുന്ന ഈ ഒരു ഫോൺ. കാര്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വെച്ച്, പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മറ്റ് ചില ഫോൺസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം വാല്യൂ ഫോർ മണി ഫോണാണ്. കാര്യം ഒരുപാട് വാല്യൂ ഫോർ മണി അല്ലാത്ത ഒത്തിരി ഫോൺസ് ഈ ഒരു പ്രൈസ് റേഞ്ചിലുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് അത്യാവശ്യം നല്ല ഫോണാണ്. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. ഈ ഫോണിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു ഓൾ.